ഈശോലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്മസിന്റെ തലേദിവസം നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ വചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. ഇന്നത്തെ വചനത്തിലെ ഏറ്റവും അവസാനത്തെ ആ വചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, അവരുടെ വിശ്വാസരാഹിത്യത്തെ പ്രതി അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ നാളെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈശോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സുവിശേഷം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സുവിശേഷത്തിൽ പറയുന്ന പോലെ ഈശോയില് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പോലും വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ വിശ്വാസരാഹിത്യത്തെ പ്രതി അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചില്ല. നല്ല വിശ്വാസത്തോടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? ഞാൻ 24 ദിവസം നന്നായിട്ട് ഒരുങ്ങി നാളെ ഞാൻ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഏറ്റവും അവസാന വട്ട ഒരുക്കത്തിലായിരിക്കുമ്പോൾ വിശ്വാസത്തോടെ ഈശോയെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.